നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ വാടക വീട് എന്ന ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മളെ ചാനലിൻ്റെ പേരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചിരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോഴും പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയത്തില്ലായിരിക്കും. ആ ഒരു വീഡിയോ കയറി കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ മീൻവണ്ടി വന്നിട്ടുണ്ട്. നമ്മളെ മുറ്റം മൊത്തം കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. മഴ തോന്നി നിൽക്കുന്ന സമയത്തൊക്കെ മുറ്റമൊക്കെ വൃത്തിയാക്കിയൊക്കെ വരുന്നുണ്ട്. ഇപ്പം മഴയാണല്ലോ, എല്ലാ സ്ഥലത്തും ഈ ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ മീൻ മേടിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ആ ഒരു വലത് സൈഡിൽ കാണുന്ന ആ ഒരു വീടുണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് താമസിക്കാനായിട്ട് വരുന്നത്. ഇവിടെ താമസം കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലുള്ളൊരു വീട്ടിൽ പോയിട്ട് അവിടുത്തെ ആ ഒരു വീടിൻ്റെ വീഡിയോയൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലോട്ട് വന്നത്. നമ്മളിവിടെ വന്നിട്ട് ഏതാണ്ട് ഒരു 11 വർഷമായിട്ടുണ്ട്. ഈ ഒരു 3 വീട്ടിലായിട്ട് ഇങ്ങനെ മാറി നിൽക്കാനായിട്ട് തുടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു അയൽവക്കത്ത് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നേയൊക്കെ നമ്മൾ താമസിച്ചിരുന്നത് വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്. അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ രാവിലെ മീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെത്തോലി മീൻ വെറുതെ കൊച്ചിന് കൊടുത്തതാണ് കേട്ടോ, വറുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. സ്ഥിരമായിട്ട് മേടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതുപോലെ മീനൊക്കെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ അയലയും കിട്ടിയിട്ടുണ്ട്, നെത്തോലിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ മീൻകറി വെക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകറി വെക്കുന്നതിൻ്റെ ഒത്തിരി വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് മീൻ കട്ട് ചെയ്യുന്നത്, മീൻ വെക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാതിരിക്കുന്നത്. പിന്നെ മണിയെ നമ്മൾ ഇതിൻ്റെ കുളിമുറിയുടെ മുകളിൽ തന്നെ ഉണ്ട് കേട്ടോ. വിളിക്കുമ്പോഴത്തേക്ക് അവ ഇങ്ങനെ ഇറങ്ങി വരും. മീൻ വന്നത് അറിഞ്ഞില്ലായിരുന്നു, ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. പിന്നെ അപ്പോൾ രാവിലെയുള്ള വിശേഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പോൾ രാത്രിയിൽ നമുക്ക് ഉറട്ടിയും പിന്നെ ഉള്ളിക്കറിയും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അരിപ്പൊടി എടുക്കുമ്പോൾ ഏത് മാവാണ് എടുക്കണേന്ന്. പുട്ടുപൊടിയാണ് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ നല്ല ഇരുട്ട് വീണ് കേട്ടോ. മോൻ വന്നിട്ടില്ല, മോൻ ഇനിയേ വരുവോളെ. മോൻ ഒരു കടയിൽ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. IT-യുടെ ഇത് വന്നിട്ടില്ല, അലോട്ട്മെൻറ്റ് വന്നിട്ടില്ല. വരുമ്പോഴത്തേക്ക് പഠിക്കാനായിട്ട് പോകും. അപ്പോഴും നമ്മൾ ഉറട്ടിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മാവെന്ന് പറയുമ്പോൾ 1.5 നാഴി മാവാണ് എടുത്തിരിക്കുന്നത്. 1.5 നാഴി മാവിന് ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തേങ്ങ എടുത്ത വേറൊന്നുമല്ല, തേങ്ങയാണ് ഇതിന് മുന്നിട്ട് നിൽക്കാനായിട്ടുള്ളത്. എങ്കിൽ മാത്രമേ അത്രയും നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഉപ്പ് നീരും കുറച്ച് ജീരകം ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലതുപോലെ തന്നെ വെട്ടി തിളപ്പിച്ചിട്ട് വേണം നമ്മൾ മാവ് നനച്ചെടുക്കാനായിട്ടുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളെ ആവശ്യത്തിന് എത്ര പേരാണോ വീട്ടിലുള്ള അതിനനുസരിച്ച് വേണം നമ്മൾ മാവ് എടുക്കാനായിട്ടുള്ള. വെള്ളം തിളപ്പിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നനച്ചെടുക്കുമ്പോൾ കറക്റ്റ് മാവ് നമ്മൾ എടുത്താൽ മതിയല്ലോ. അതല്ലാതെ നമ്മളിപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് മാവ് നമ്മളിതുപോലെ ഒന്ന് നനച്ച് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാവ് അധികം കൂടുതലായിട്ട് വരും. ഇതാകുമ്പോൾ നമുക്ക് ഒട്ടും ബാലൻസ് വരുമോ അങ്ങനെ ഒന്നുമില്ല, കറക്റ്റ് മാത്രം മതിയല്ലോ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളത്തിൽ വേണം നമ്മൾ ഇതിനെ ഒന്ന് നനച്ചെടുക്കാനായിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ കറക്റ്റ് പാകത്തിന് നല്ലതുപോലെ മാവൊന്ന് വെന്ത് കിട്ടും. പിന്നെ നല്ലതുപോലെ വലത് കൈക്ക് ബലം കൊടുത്തിട്ട് വേണം ഈ ഒരു മാവിനെ ഒന്ന് കറക്റ്റ് പാകത്തിന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കറക്റ്റ് നല്ല ബോൾ മാതിരി റെഡിയാക്കി എടുക്കാനായിട്ടുള്ളത്. പിന്നെ വെറുതെ വെള്ളം ചൂടാക്കിയിട്ടൊന്നും നമ്മൾ ഈ ഒരു മാവിനെ തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും റെഡിയായി കിട്ടത്തില്ല. നല്ലതുപോലെ വെള്ളം വെട്ടി തിളപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ടുള്ളത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് അതിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉറട്ടിപ്പലക എവിടെ നിന്നാണ് മേടിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല ഉറട്ടിക്ക് വേണ്ടിയിട്ട് മാവ് തയ്യാറാക്കുന്നതിൻ്റെ ഇതിൻ്റെ ചെറിയൊരു വീഡിയോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ഈ ഒരു വീഡിയോ ഇടുന്നത്. പിന്നെ ഉറട്ടിക്കും ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ചട്ടിയാണ് കേട്ടോ. മൺചട്ടി മൺകലം വിൽക്കുന്ന അവരുടെ കയ്യിലുണ്ടത്. പിന്നെ നമുക്ക് ഈ ഒരു ഉറട്ടിപ്പലക നമുക്ക് റെഡിയാക്കി തരുന്ന ഒരു ഷിബു എന്ന് പറയുന്ന ഒരു അണ്ണനാണ് കേട്ടോ. കാരണം ഫർണിച്ചറിൻ്റെ പണി നമ്മളെ വീട്ടിന് നേരെ ഓപ്പോസിറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് റെഡിയാക്കി തന്നതാണ് കേട്ടോ. അപ്പോൾ ആ ആളിൻ്റെ പേരാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പലക കിട്ടിയിട്ട് തന്നെ ഒത്തിരി വർഷമായി കേട്ടോ. നമ്മൾ ആദ്യം മീൻ മേടിക്കാൻ പോയപ്പോഴത്തേക്ക് കാണിച്ചിരുന്ന ആ ഒരു വീടില്ലേ, ആ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് ഈ ഒരു പലക നമുക്ക് കിട്ടുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കർച്ചീഫാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യാത്തത് വേണം എടുക്കാനായിട്ടുള്ള. പുതിയത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. അതിൻ്റെ പശയൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ പൊടിയും അഴുക്കും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നല്ലതുപോലെ കഴുകി കളഞ്ഞിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ. പിന്നെ ഉറട്ടിക്ക് വേണ്ടിയിട്ട് നല്ല ബോൾ മാതിരി മാവ് നനച്ചതിന് ശേഷം നമ്മൾ കർച്ചീഫ് ഇതിനകത്തൊന്ന് വിരിച്ചിടുമല്ലോ, നല്ലതുപോലെ ഒന്ന് നിവർത്തി ഇട്ടതിന് ശേഷം അതിൻ്റെ ആ റൗണ്ടൊക്കെ ഒന്ന് ക്ലിയറാക്കിയൊക്കെ ഒന്ന് വെച്ചിട്ട് വേണം ഈ ഒരു മാവ് കറക്റ്റ് പാകത്തിന് അതിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പിനൊന്ന് റെഡിയാക്കി എടുക്കാവുള്ളേ. അപ്പോൾ ഇതേ രീതിക്ക് തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കിയൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ തൊട്ട് താഴെ വന്നിട്ടൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. ആർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാനിവിടെ ചട്ടി നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ ഉറട്ടിയുടെ ഇത് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ തടവി കൊടുക്കുക അങ്ങനെ ഒന്നും വേണ്ട. നല്ല കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ പറ്റും. പിന്നെ ഒത്തിരി വീഡിയോ ഇടയ്ക്കൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നും കൊണ്ടല്ല, മൊബൈൽ രാത്രിയാണ്. അത് മാത്രമല്ല ഈ ഒരു സൈഡിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇടയ്ക്ക് കറണ്ട് പോകും വരുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തത്.
ഇവിടെ നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്ന ഈ ഉരട്ടി തന്നെയാണ് കേട്ടോ വേറെയുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ളവരൊക്കെ ഈ നൈസ് പത്തിരി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ പേരിലാണ് പറയുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഉരട്ടി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഈ പലക അല്ലാതെ വേറൊരു അടപ്പുണ്ട് കേട്ടോ. നമ്മൾ ഈ പാത്രങ്ങളിലൊക്കെ കലങ്ങളിലൊക്കെ വെച്ച് അടയ്ക്കുന്ന അടപ്പുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് നമുക്കിതിനെ ഇതിൻ്റെ റൗണ്ട് ഷേപ്പിന് കറക്റ്റ് പാകത്തിന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നമ്മളിനി ഏതെങ്കിലും ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ വെച്ചിട്ട് എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ള ഒരു വീഡിയോയും കൂടെ ഞാൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ അടുത്ത മഴ തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റേതായിട്ടുള്ള വെട്ടത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് പ്രസ്സിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുമ്പോഴത്തേക്ക് അത് വേറെ നൈസ് മാതിരി ഇരിക്കുമല്ലോ. ഇതാകുമ്പോഴത്തേക്ക് ഇത്തിരി കട്ടി കാണും കേട്ടോ. കട്ടിയും കാണും, നല്ലതുപോലെ ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോഴത്തേക്ക് ഒടിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നല്ല ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ നേരത്തെ തന്നെ ഞാനിവിടെ ഉള്ളിക്കറി എല്ലാം റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം നമ്മൾ രാത്രിയിൽ ഉരട്ടിയും ഉള്ളിക്കറിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്ലാവിൻ്റെ മുകൾ ഭാഗമൊക്കെ മൊത്തത്തിൽ വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴിതൊക്കെയായിരുന്നു നമ്മളെ രാത്രിയിലെ കുഞ്ഞു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറന്നു പോവല്ലേ.